മികച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുള്ള സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ പഞ്ചായത്ത് മെമ്പർ മുല്ലശ്ശേരിയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ശ്രീ ബെന്നി ആന്റണി അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുള്ള സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ നിന്നുള്ള പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് മെമ്പർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ആന്റണി അവർക്ക് സേവന പുരസ്കാരം ഏറെ സ്നേഹപൂർവ്വം മിനിസ്റ്റർ സമ്മാനിക്കുകയാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ വെങ്കടേ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ കോടമുക്ക് കടവിൽ നിന്ന് നമ്മൾ ഈ സഞ്ചരിക്കുന്ന പുഴയുടെ അടിയിൽ കൂടി പൈപ്പ് സ്ഥാപിച്ച് അപ്പുറത്തെ പയ്യൂർ മാട്ടിലേക്ക് 24 കുടുംബങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. 31 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. നമുക്കറിയാം, ശുദ്ധജലം ലഭിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അവിടെ കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്ത കാരണം കുടുംബങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഈ പുഴയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പുഴയിലൂടെ ആണ് ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ആവശ്യമായ ശുദ്ധജലം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കടം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. ഈ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. എൻ്റെ വാർഡിലെ ഒരു 5% ഭൂപ്രകൃതിയും അതുപോലെ 5% വീടുകളും സ്ഥിതി ചെയ്യുന്നത്, ഏകദേശം 25ഓളം വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രകൃതിയാണിത്. വാടനപ്പള്ളി പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം. ഈ ഒരു ഭാഗത്ത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയാനായിട്ട് ഇവിടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെയധികം കുറവായിരുന്നു. എൻ്റെ വാർഡിൽ പൊതുവേ കുടിവെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ്. അതിനുള്ള കാരണം ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെയാണ്. ഇവിടെ അടുത്തുള്ള കനോലി കനാൽ എന്ന് പറയുന്ന പുഴയിൽ മിക്കവാറും ഉപ്പുവെള്ളമാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ള കിണറുകളിലും മറ്റ് ജലാശയങ്ങളിലും എല്ലാം ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ജലസ്രോതസ്സുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. പലപ്പോഴും ഒരു ബക്കറ്റ് വെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥ. ആ ഒരു അത്രയും വെള്ളം അവനവൻ്റെ നിത്യജീവിതത്തിന് ഉപയോഗത്തിന് വേണ്ട വെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഉള്ളവരെല്ലാവരും പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ്. അന്നാന്ന് വരുമാനം കിട്ടുന്നത് കൊണ്ട് അന്നാന്ന് കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അവർ 2000 ലിറ്ററിൻ്റെ വെള്ളം ഒക്കെ ഒരു 3 വീട്ടുകാർ കൂടിയിട്ട് 1000 രൂപയ്ക്കും 500 രൂപയ്ക്കും ഒക്കെ അടിച്ച് അതൊരു 3 ദിവസം ഉപയോഗിച്ച് അത് ഇരുമ്പോൾ പിന്നെയും ഇതുപോലെ കാശ് കൊടുത്ത് വെള്ളം അടിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. പിന്നെ ലഭ്യത കുറവ് പലയിടത്തും തടസ്സങ്ങൾ നേരിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ചേട്ടൻ ഇതുപോലെ ഇത്ര രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തി 31 ലക്ഷം രൂപയോളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തി ഈ ഒരു സ്വപ്ന പദ്ധതി പ്രാവർത്തികമാക്കിയത്. അത് പ്രാവർത്തികമാക്കുന്നതിനും ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ഈ കനോലി കനാലിലെ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ ഭാഗമാണ് ഈ പറയുന്ന കോടമുക്ക്, അതുപോലെ തന്നെ പയ്യൂർമാട് കടവെന്ന് പറയുന്നത്. വാർഡിൻ്റെ 2 ഭാഗം അവിടുന്ന് പൈപ്പിട്ട് പുഴയുടെ അടിയിൽ കൂടി പൈപ്പിട്ട് ഇവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നിട്ട് കൂടി ആ ഒരു കാര്യം ഇന്ന് വിജയം കണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉൾക്കൊള്ളുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ 4 വർഷം ചെയ്തതിൽ ഏറ്റവും എനിക്ക് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പയ്യൂർമാട് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത്. മറക്കില്ല ഒരിക്കലും. ഞങ്ങൾ വെള്ളമില്ലാത്ത വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഈ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് പിന്നെ ആന്റണിക്ക് എൻ്റെ മരുവോട് പറയും. അതെ, ഞാൻ ഇവിടെ വന്നിട്ട് 12 വർഷം കഴിഞ്ഞപ്പോൾ വന്ന കാലം തുടങ്ങി ഭയങ്കരമായിട്ട് വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ പയ്യൂർമാട്ടിലുള്ള എല്ലാ ആൾക്കാരും. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തും വഞ്ചിയിൽ പോയിട്ട് വെള്ളം കൊണ്ടുവന്നാണ് ഇവിടെ. ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ചേച്ചിയൊക്കെ വരുമ്പോഴും പറയുക എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം വെള്ളത്തിന് വേണ്ടി ഒരു കുടിക്കാനായിട്ട് ഒരു കുപ്പി വെള്ളം വരെ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വെള്ളം കിട്ടണമെന്ന്. ഇപ്പോൾ 24 മണിക്കൂറും ഞങ്ങൾക്ക് വെള്ളമുണ്ട് പൈപ്പിൽ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾ 700 രൂപ എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ അന്നന്ന്
കാശ് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 700 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിയാലും ഞങ്ങൾക്ക് അത് 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ വെള്ളം അടിക്കേണ്ട അവസ്ഥയാണ്. ആ വെള്ളം അടിക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുതൽ, വിഷമം കാശ് കൊടുക്കണേൻ്റെയാണ്. ആ സമയമാകുമ്പോൾ മെമ്പറെ വിളിച്ചിട്ട് ഞങ്ങൾ ചീത്ത പറയും. എന്നിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥിരമായിട്ട് ശാശ്വത പരിഹാരം തന്നെ ആൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. അത് ഞങ്ങൾ ജീവിതകാലം ഫുള്ള് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വെള്ളം എത്തിച്ചു തന്നതും ആ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് ഇവരുടെ 2 കഴിവ് തന്നെയാണ്. ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും ഇവരടുത്ത്. അങ്ങോട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. കുടിക്കാൻ വെള്ളം വേണ്ടേ? അത്രയൊക്കെ ചെയ്തുള്ളതാണ്. അത് ചെയ്തെന്ന് എല്ലാവരോടും നന്ദി പറയുന്നത്. പക്ഷേ അവിടെ കൂടുതലും ഈ ആസ്തി വികസന ഫണ്ടുകളും അങ്ങനെയൊക്കെ കുറേ പഞ്ചായത്തിന് ചെലവഴിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് അങ്ങനെ ഇമ്പോസിബിൾ ആണെന്നാണ് ആദ്യമേ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പറഞ്ഞത്. അതായത് പുഴയിൽ നിന്ന് പൈപ്പ് ഇടുക, അതുപോലെ തന്നെ 5 ആൾ താഴ്ചയാണെന്നാണ് പറയുക. ഇവിടെ കടവിൽ 30 അടി 35 അടിയോളം താഴ്ചയുണ്ട് ഈ കടവിൽ നിന്നാണ് പറയാറ്. അപ്പോൾ പലപ്പോഴും ഇവർ ഈ പ്രോജക്റ്റ് നടപ്പിലാവില്ല എന്നുള്ള രീതിയായിരുന്നു ഉദ്യോഗസ്ഥരെ സമീപിച്ച ഉദ്യോഗസ്ഥരെ കാഴ്ചപ്പാട്. ഞാൻ അജിത് പ്രസാദ്, ഇപ്പോൾ ഇവിടുത്തെ PTA പ്രസിഡൻ്റാണ് രണ്ടാമത്തെ വർഷം. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പുല്ലശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ലാബിനുള്ള സ്ട്രക്ചർ നമുക്കൊരു ഹോൾ പണിത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറിക്ക് റീഡിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് അവിടെ ഒരു റീഡിംഗ് റൂം പണിതിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമായിരുന്നു. പക്ഷെ അതൊന്നും അത്രമാത്രം ശോചനീയ അവസ്ഥയിലല്ലാത്തതുകൊണ്ട് നവീകരിച്ചെടുക്കാൻ കഴിയുന്നതായതുകൊണ്ട് അത് പൈതൃക കെട്ടിടം എന്ന രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. 12 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 40 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പ്രാവുകൾ, അതുപോലെ വവ്വാലുകൾ രാത്രി വന്ന് അത് കെട്ടിടങ്ങൾ വൃത്തികേടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈസയും ഏകദേശം ഒരു 25 ലക്ഷം രൂപയോളം. കാരണം വെച്ചാൽ ഈ മൊത്തം കെട്ടിടങ്ങളുടെ അവർക്ക് പ്രവേശനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷ് അടിക്കേണ്ടതുണ്ട്. അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ളൊരു സ്കൂൾ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വികസന പ്രവർത്തനത്തിന് മുൻനിരയിൽ അമരക്കാരനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബെന്നി സാറാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് സ്കൂളിലേക്ക് സംഭാവനയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൽ എന്താ പറയുക മികച്ചായ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബെന്നി സാറാണ്. ബെന്നി സാറിനോട് പ്രത്യേകിച്ചൊരു സന്തോഷം എന്താ പറയുക നന്ദിയൊക്കെ പറയാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താണ്. പഞ്ചായത്താണ് നടക്കുന്നത്. അതിന് പറ്റിയൊരു മെമ്പറും നമുക്കുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളിലും ഒരു സിംഹഭാഗം, അതായത് അദ്ദേഹത്തിന് അനുവദിക്കാവുന്ന ഫണ്ടിൻ്റെ സിംഹഭാഗം നമ്മുടെ സ്കൂളിന് തന്നെ അനുവദിക്കാം. എൻ്റെ പേര് രതി സുനിൽ. ഞാൻ നമ്മുടെ പാഠപുസ്തക വിതരണത്തിൽ ജില്ലയുടെ സൂപ്പർവൈസറാണ്. ഈ അധ്യയന വർഷം, ഈ 2024-25 അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണം ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നൊരു സമയത്ത് ജില്ലയ്ക്ക് പ്രത്യേകിച്ചൊരു ഹബ്ബില്ല. നമ്മൾ ഓരോ വർഷവും ഓരോരോ ഭാഗത്തായിട്ടാണ് വർക്ക് ചെയ്യാറ്. കഴിഞ്ഞ വർഷം ഇരിഞ്ഞാലക്കുട ആയിരുന്നു. ഇത്തവണ വർക്ക് ചെയ്യാൻ നമുക്കൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഇടിയുടെ ഇടപെടലോടുകൂടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആൻ്റണി, അപ്പോൾ ആരുടെയും കൂടെ സഹായത്തോടു കൂടിയാണ് ആളുടെ ഡിവിഷനിൽ പെട്ടിട്ടുള്ള ഈ മുല്ലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സ്ഥലം അനുവദിച്ച് കിട്ടിയത്. അപ്പോൾ മാർച്ച് മാസം മുതൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യണം. 8 മാസമായി. ഈ ജില്ലയിലേക്കുള്ള 221 സ്കൂൾ സൊസൈറ്റികളിലേക്കും 150ഓളം വരുന്ന 17 സ്കൂളുകളിലേക്കുള്ള ബുക്ക് ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് വോളിയം ഏകദേശം അവസാനിച്ചു. ഇനി തേർഡ് വോളിയം കുറച്ച് ബുക്ക് കൂടെ വരാനുണ്ട്. അതുകൂടെ ഈ മുല്ലശ്ശേരി സ്കൂൾ വെച്ചിട്ടാണ് വിതരണം നടത്തി വരുന്നത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 34-ാം നമ്പർ അംഗനവാടിയാണത്. നമ്മൾ ഇത്ര കാലം വാർഡ് കെട്ടിടത്തിലായിരുന്നു. 8 മാസമായിട്ട് സ്കൂളിലേക്ക് നമുക്കൊരു റൂം അനുവദിച്ച് തന്നു. ഇവിടുത്തെ ഇപ്പോൾ 7 കുട്ടികളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബെന്നി ആൻ്റണിയാണ് ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ച് തന്നത്.
സമേതം സമഗ്ര വികസനം എന്നതിലൂടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ ഇളവള്ളി സ്കൂള് എല്ലാ മേഖലയിലും വളരെയധികം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേറെ സഹായകമായിരിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബെന്നി സാറിൻ്റെ ഒരു കൈ തന്നെയാണ്. ഏത് മേഖല നോക്കിയാലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും അധികം പ്രാതിനിധ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സ്കൂളിലും അതിൻ്റെ പുരോഗതികൾ കാണാം. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള ലാപ്ടോപ്പുകൾ നൽകിക്കൊണ്ടും, അതുപോലെ ക്ലാസ് മുറികൾക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, ഫിൽറ്റർ ചെയ്ത് വരുന്ന കുടിവെള്ളം, അതിൻ്റെ ഒരു പദ്ധതി നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകിക്കൊണ്ട്, നമ്മുടെ സ്കൂളിൻ്റെ കറണ്ട് ചാർജ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ്. ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ കൊല്ലവും കൂടുതലായിട്ട് നമ്മുടെ സ്കൂളിനെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠനത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ ശുചിത്വത്തിലായാലും നമുക്ക് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ 7 ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ട് ഒരു ടോയ്ലറ്റ് സമുച്ചയം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിന് പുറമെ അവരുടെ കലാകായിക പ്രവർത്തനങ്ങളിലും ജില്ലാ പഞ്ചായത്ത് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള കാലങ്ങളിലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് തന്നെ നമ്മുടെ സ്കൂളിനെ വളരെ നല്ല നിലയിലേക്ക് നയിക്കും എന്നൊരു ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ടാണ് PTA പ്രസിഡന്റിൽ നിന്ന് പ്രതിനിധിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായങ്ങളും ടീച്ചേഴ്സും ഇവിടെ പറഞ്ഞു. അതുപോലെ ഇനിയും സഹായങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മെമ്പർക്ക് നല്ലൊരു ഇത് പറയുന്നു. ഓക്കെ, ഞാൻ ജിജി എമ്മാനുവൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ അധ്യാപികയാണ്. ഏകദേശം 17 വർഷമായിട്ട് ഇളവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ കരുതലും സ്നേഹവും മാത്രമാണ്. അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ വിദ്യാലയം മറ്റേത് വിദ്യാലയത്തിനും ഒപ്പമോ അല്ലെങ്കിൽ ഒരു പടി മീതെയോ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീ ബെന്നി ആൻ്റണി സാറിൻ്റെ കരുത്തുറ്റ നേതൃത്വം നമ്മളെ വല്ലാതെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായകമാക്കി തീർന്നിട്ടുണ്ട്. എന്നും അദ്ദേഹം നിറസാന്നിധ്യമാണ് ഈ വിദ്യാലയത്തിൻ്റെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും അദ്ദേഹം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ആ ആവശ്യങ്ങളെല്ലാം അടുത്ത തവണ അദ്ദേഹം വരുമ്പോഴത്തേക്കും അതിനുള്ള പരിഹാരങ്ങളും അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യപ്പെടുന്നതിലും സംതൃപ്തി, കിട്ടുന്നതിലും സംതൃപ്തി, ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് MK സോമൻ. ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂൾ ഇളവള്ളിയുടെ ഹെഡ് മാസ്റ്ററാണ്. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റേതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടുന്ന രീതിയിൽ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഈ വർഷത്തിൽ തന്നെ അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 25 ലക്ഷം രൂപ ഈ വിദ്യാലയത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല, നമ്മളുടെ കുട്ടികൾക്കുള്ള ബെഞ്ച്, ഡെസ്ക്, അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനം, അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഇടപെടലാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള നന്ദിയും അർപ്പിക്കാൻ ഈ അവസരം
വാങ്ങുമ്പോൾ ഇവിടെ 250 രൂപയ്ക്കാണ് വനിതകൾക്ക് ഇവിടെ പരിശീലനം കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിത ശൈലിയുണ്ടായ മാറ്റങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വനിതകൾക്കായി ഈ പദ്ധതി നടപ്പാക്കിയത്. ഞാൻ വെങ്കടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ചെയർപേഴ്സണാണ്. പേര് സുനിഷ സുഗതൻ. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയിട്ടുള്ള വനിതകൾക്ക് ജിംനേഷ്യം പദ്ധതി പ്രകാരമുള്ള അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടന പരിപാടി നടത്തുന്നത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, അളവള്ളി പഞ്ചായത്തുകളിലെ വനിതകൾക്കായി വനിതാ ജിംനേഷ്യം എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എളവള്ളിയിലും മുല്ലശ്ശേരിയിലും അതിന് വനിതാ ജിംനേഷ്യത്തിൻ്റെ ക്ലബ്ബ് ഉദ്ഘാടനം പൂർത്തീകരിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ CDSൻ്റെ നേതൃത്വത്തിൽ സ്ഥലം ഒരുങ്ങി വരികയാണ്. മിഷനറി എല്ലാതും പഞ്ചായത്തിനകത്ത് എത്തിച്ചേർന്നു. അടുത്ത ദിവസം തന്നെ ആ പദ്ധതിയും ഇവിടെ പൂർത്തീകരിക്കും. വനിതകൾക്ക് കുറഞ്ഞ പൈസയ്ക്ക്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ ക്ലബ്ബുകളിൽ 1000 രൂപ മേടിക്കുമ്പോൾ കുടുംബശ്രീ നേതൃത്വത്തിൽ 250 രൂപയാണ് അംഗങ്ങളിൽ നിന്ന് മേടിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. രാവിലെ 6 മണി മുതൽ 8 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 6:30 വരെയുമാണ് സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ പൈസ, നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിലൊക്കെ 1000 രൂപയാണ് ഇതിന് പദ്ധതിക്ക് കൊടുക്കുന്നത്. വനിതകൾ വളരെയധികം നടത്തിയ എളവള്ളിയിലും മുല്ലശ്ശേരിയിലൊക്കെ നൂറുകണക്കിന് വനിതകളാണ് അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് ജിംനേഷ്യം ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ വെങ്കടെങ്കിലും ഒട്ടനവധി ആളുകൾ ഇപ്പോൾ വളരെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വനിതകൾ കുടുംബശ്രീ നേതൃത്വത്തിൽ വരികയാണ്. ഇതിൻ്റെ പരിപൂർണ്ണ ചുമതല കുടുംബശ്രീക്കാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലെ മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ബെന്നി ആൻ്റണിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ജനീയ ഹോട്ടലിന് ഫർണിച്ചർ വാങ്ങുന്നതിന് വേണ്ടി 10,000 രൂപ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളിവിടെ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുല്ലശ്ശേരി ഡിവിഷനിൽ വെങ്കിടങ്ങ് എല്ലാ പഞ്ചായത്തിലും കൂടാതെ നമ്മുടെ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ജിമ്മ് പ്രവർത്തനം കൂടിയിട്ട് ഇപ്പോൾ അതിൻ്റെ മറ്റ് ഉപകരണങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ബെന്നി ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത്. വീണ്ടും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ജനീയ ഹോട്ടലുകൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വരുന്ന സാമ്പത്തിക വർഷത്തിലും മറ്റതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട തുക അനുവദിക്കാനായിട്ട് അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിലെ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വനിതാ ഹോട്ടലിന് വേണ്ടി ഇവിടുത്തെ നവീകരണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ ജനീയ ഹോട്ടലിൻ്റെ നവീകരണം വലിയ അത്യാവശ്യം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെങ്കട പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ ജനീയ ഹോട്ടലിലെ ഒട്ടനവധി 300ഓളം ആളുകൾ എന്നും ഉച്ചയ്ക്ക് വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നതാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യം ഈ ജനീയ ഹോട്ടലിന് കുറവായതുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ഈ നവീകരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചെലവഴിക്കുന്നത്. മുല്ലശ്ശേരി ഡിവിഷൻ വെങ്കടം ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 4 വാർഡുകൾക്ക് വേണ്ടി 7-ാം വാർഡിലെ MN ലക്ഷം വീട് നഗറിൽ കുട്ടികൾക്കായിട്ട് വാക്സിനേഷൻ സെൻ്ററാണ് ഈ ബിൽഡിങ്. ഇതിന് 10 ലക്ഷം രൂപയുടെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പ്രദേശം 4 വാർഡിലെ കുട്ടികൾക്ക് വേണ്ടി വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചത്. ഞാൻ അംഗൻവാടി വർക്കറാണ്. 46-ാം നമ്പർ അംഗൻവാടിയത്തെ വർക്കറാണ്. അനങ്ങര GLPS സ്കൂളിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. 1992 മുതൽ ഈ സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. ചെറിയൊരു റൂമാണ്. ഞങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ തീരെ കുറവായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ
15 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ പുതിയൊരു കെട്ടിടം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് പണി പൂർത്തിയായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ 1992 മുതൽ അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് അന്നകര LP സ്കൂളിലാണ്. അവർക്ക് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 സാമ്പത്തിക വർഷം 15 രൂപ വകയിരുത്തിക്കൊണ്ട് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിലെ 46-ാം നമ്പർ അംഗനവാടിക്ക് കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് അംഗനവാടിക്ക് കൈമാറും. വളരെ കഷ്ടതയോടാണ് ഇവിടെ അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. അതിന് പരിഹാരം ഇപ്പോൾ പരിപൂർണമായിരിക്കുകയാണ്. വടക്കേക്കോഞ്ചിറ കോർപ്പറേറ്റീവിൻ്റെ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. പക്ഷേ വളരെ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ മോട്ടർ കിട്ടിയത്. തക്ക സമയത്ത് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ മുല്ലശ്ശേരി ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോടാണ്. അദ്ദേഹം മുൻകൈയെടുത്തിട്ടാണ് അത് ചെയ്തു തന്നത്. അദ്ദേഹത്തിന് ഈ പടവിൻ്റെയും ഞങ്ങളുടെയും എല്ലാവിധ ആദരവും നൽകുന്നു. അതോടൊപ്പം തന്നെ നന്ദി അറിയിക്കുന്നു. അല്ല, നമുക്ക് ഈ പമ്പ് കിട്ടിയതിന് ശേഷമാണ് കൃഷി ഒരു നന്നായിട്ടൊന്ന് ഡെവലപ്പ് ആയിട്ടുള്ളത്. അത് വെള്ളങ്ങളൊക്കെ കൺട്രോളായിട്ട് അത് ശരിയായി നടക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ. അത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മളതിന് പ്രയോജനപ്പെടുത്തുന്നത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിലെ വെങ്ങണ ഗ്രാമപഞ്ചായത്ത് വടക്കേ കോഞ്ചരയ്ക്ക് നമ്മൾ 50 HP മോട്ടർ നമ്മൾ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഡിവിഷനിലെ ചേരോത മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചേരോത പടവിനും അതുപോലെ തന്നെ ഏഷ്യാഡ് പടവിനും നമ്മൾ 50 HP മോട്ടർ നൽകി. നമ്മുടെ കാർഷിക മേഖലയിൽ നെൽകൃഷിക്കാണ് ഊന്നൽ നൽകിക്കൊണ്ട് ആണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഡിവിഷൻ ഫണ്ടിൽ നിന്നാണ് ഈ 3 മോട്ടറും നമ്മൾ നൽകിയത്. നമുക്ക് കൃഷി സജ്ജമാക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഉഴവുകൂലി ഇനത്തിൽ 2 കോടി രൂപയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തത്. അതിൽ നമ്മുടെ ഈ ഡിവിഷൻ വെങ്കടങ്ങ് പഞ്ചായത്ത് അതുപോലെ തന്നെ എളവള്ളി പഞ്ചായത്ത് മുല്ലശ്ശേരി പഞ്ചായത്ത് പാടശേഖരങ്ങൾക്ക് ഇപ്പോൾ വെങ്കടങ്ങളിൽ തന്നെ 7ഓളം പടവുകളുണ്ട്. അവർക്ക് 5 ലക്ഷം രൂപ വീതം ആണ് ഈ ഉഴവുകൂലി ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത്. പടവിൻ്റെ വിസ്തൃതി അനുസരിച്ച് ആണ് ആ ഫണ്ട് ചെലവഴിക്കുന്നത്. നമ്മുടെ ഈ വർഷം വെങ്കട ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ പദ്ധതി വെച്ചിട്ടുള്ളത് 10 ലക്ഷത്തിനകത്ത് 30 ലക്ഷം രൂപ കാർഷിക മേഖലയ്ക്ക് ഉഴവുകൂലി കൃഷി സജ്ജമാക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും ഡിവിഷൻ നിലയിൽ 30 ലക്ഷം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട്. 2020-25 വർഷക്കാലത്തെ ത്രിതല പഞ്ചായത്തിലെ ഭരണസമയത്ത് 2.22 ഏക്കർ സ്ഥലം ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ നമുക്ക് എളവള്ളി പഞ്ചായത്തിൻ്റെ ഈ സ്ഥലത്ത് വാങ്ങുന്നതിനും ഇനി അതിൽ 120ഓളം വീടുകൾ വെച്ച് പാവപ്പെട്ടവരെ ഭൂമിയും വീടും ഇല്ലാത്തവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആൻ്റണി അവர்களுം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മറ്റ് നമ്മുടെ എല്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് നമുക്ക് 1 കോടി രൂപ അനുവദിച്ചു തന്ന ബെന്നി ആൻ്റണി അവരുടെ ആദ്യം അഭിനന്ദിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. ഇനി പെട്ടെന്ന് വീടുകൾ പൂർത്തീകരിച്ച് പാവങ്ങളെ സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് ജില്ലാ പഞ്ചായത്തിനോടും ത്രിതല പഞ്ചായത്തിനോടും പറയാം. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപയുടെ 2.25 ഏക്കർ ഭൂമി 5-ാം വാർഡിൽ എളവള്ളി 5-ാം വാർഡിൽ വാങ്ങിച്ച അതാണ് ഇവിടെ കാണുന്ന സ്ഥലം. പാവങ്ങൾക്ക് 120 വീട് ഈ സ്ഥലത്ത് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ചെലവഴിച്ച് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം ഈ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. 1 കോടി രൂപയാണ്
മുല്ലശ്ശേരി ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്ത് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത്. ഒരു അമൃതം ഫുഡ് സപ്ലിമെൻ്റ് നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കെട്ടിടം സൗകര്യക്കുറവ് മൂലം ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പുതിയ കെട്ടിടം ഉണ്ടാക്കി തന്നത്. ഞങ്ങൾ 5-6 പഞ്ചായത്തുകളിലേക്ക് അമൃതം ഫുഡ് വിതരണം ചെയ്യുന്നുണ്ട്. 5 പേർക്ക് അത് ഞങ്ങൾ 5 ആളാണ് ഒരു ഗ്രൂപ്പ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ ഒരുമ അമൃതം ഫുഡിൻ്റെ സഹോദരിമാർക്ക് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വനിതാ വ്യവസായ കേന്ദ്രം ഇവിടെ ഹാള് നിർമ്മിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഇവിടുത്തെ അമൃതം ഉള്ള സഹോദരിമാർക്ക് എൻ്റെ പേര് രവി. വളരെയധികം ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നത്. ആൾക്കാരൊന്നും നടക്കാൻ പറ്റിയിരുന്നില്ല, ഒരു വയ്യാക്കളെ കൊണ്ടുപോകാനൊന്നും പറ്റിയിരുന്നില്ല. എത്രയും പെട്ടെന്ന് പിന്നെ അതിലൂടെ വിട്ട് വലിയൊരു ഫണ്ട് പാസ്സാക്കി പെട്ടെന്ന് റോഡ് പാസ്സാവുകയും ചെയ്തു. എല്ലാവർക്കും വലിയൊരു ഭാരമായി. നല്ല സൗകര്യമായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുല്ലശ്ശേരി ഡിവിഷനിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ആഞ്ജനേയ റോഡ് ഹനുമാൻകാവ് ക്ഷേത്ര പരിസരത്താണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, മഴക്കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരു വഞ്ചിയിൽ പോണ പോലെയാണ് പോയിരുന്നത്. അരയ്ക്കൊപ്പം വെള്ളത്തിൽ കൂടെയാണ് നീന്തിയിട്ടാണ് ആ റോഡിലേക്ക് എത്തിയിരുന്നത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 11.5 ലക്ഷം രൂപ വകയിരുത്തി ഒരു 197 മീറ്റർ റോഡ് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അവർക്ക് വേണ്ടി 15,50,000 ചെലവിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ സഞ്ചാരികൾക്ക് വളരെ സന്തോഷത്തിലാണ് ഈ പ്രദേശത്തെ ആളുകൾ. വളരെ നല്ല വൃത്തിയായിട്ട് തന്നെ ആ റോഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മൾ കഴിഞ്ഞ 2 മാസം മുന്നേ റോഡ് അവർക്ക് ഉദ്ഘാടനം ചെയ്ത് കൈമാറി. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വെങ്കട ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ 6-ാം വാർഡിനെയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതുപോലെ തന്നെ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 12-ാം വാർഡ് 3 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ ചീരോത്തുപടി കണ്ണൂത്ത് റോഡ്. വെള്ളക്കെട്ട് മൂലം ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാൻ പറ്റാത്ത സാഹചര്യത്തിലുണ്ടായിരുന്ന റോഡാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അത് 2023-24 കാലഘട്ടത്തിൽ 20 ലക്ഷം രൂപ വകയിരുത്തി റോഡിനെ ഉയർത്തി പാലം പണിത് ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കി ഇപ്പോൾ സുഗമമായി മഴക്കാലത്തും ഓട്ടോ കൂടി യാത്ര ചെയ്യാൻ സാധിക്കും. ഈ പ്രദേശത്ത് ഇപ്പോൾ വെള്ളക്കെട്ട് ഈ റോഡ് വന്നുവിട്ട് ഒഴിവായിരിക്കുകയാണ്. വെങ്കട ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ മണ്ണാന്തറ ലിങ്ക് റോഡിൻ്റെ 1-ാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടങ്കൽ തുക 41 ലക്ഷമാണ്. ഈ പ്രദേശത്തെ 5ഓളം വരുന്ന SC കുടുംബങ്ങൾക്ക് നടക്കാൻ വഴിയുണ്ടായിരുന്നില്ല. അവർ പാടത്തിൽ കൂടെ വെള്ളക്കെട്ടി കൂടെയാണ് നടന്നു വന്നിരുന്നത്. 41 ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തി 1-ാം ഘട്ടമായി ആ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2-ാം ഘട്ടമായി ഇതിൻ്റെ വടക്ക് പ്രദേശം 10 ലക്ഷം രൂപയുടെ വകയിരുത്തിക്കൊണ്ടാണ് ഈ പണി പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ മണ്ണാന്തറ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തർക്ക് അവർ വെള്ളക്കെട്ടി കൂടിയാണ് നടന്നു വന്നിട്ടാണ് അമ്പലത്തിലേക്ക് വന്നിരുന്നത്. ആ പ്രദേശവും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആ വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആദ്യം ഒരു കുണ്ടുള്ള തോടായി
ബുദ്ധിമുട്ടിയത് നടന്നതെന്നറിയാം. ചളി വഴുതാകുമ്പോൾ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ അതോടുകൂടി ഞങ്ങൾക്ക് നല്ലൊരു റോഡുണ്ടായി. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ മെമ്പറും ജില്ലാ മെമ്പറും ഏറ്റവും മെമ്പർ ഇതിലേക്ക് ഏറ്റവും നന്നായിട്ട് ശക്തമായ പ്രവർത്തനം ചെയ്തു. ഇവർ 14 ലക്ഷം രൂപ ചെയ്തത്. വെള്ളം കയറൂടെ? അപ്പൊ ഞങ്ങൾ വഞ്ചിയിൽ ആ റോഡിലേക്ക് കയറി. ഇവിടെ എത്ര വീടുണ്ട്? ഇവിടെ ഇങ്ങനെ 3-4 വീടുള്ളോ? ഇത് പടവണത് മറ്റേ വലിയ കോൾക്ക് പടവണ്. ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യത്തോടു കൂടി തന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ വലിയ കാര്യം വെച്ചാൽ ബെന്നി മെമ്പർ വലിയ ത്യാഗം ചെയ്യിച്ചിട്ടാണ് ഞങ്ങൾക്ക് റോഡ് തന്നെ അനുവദിച്ചു തന്നത്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ അതുമാതിരി മെമ്പർ നമ്മുടെ പാർട്ടി നമുക്ക് സ്ഥലം തന്നില്ല റോഡിന്. ചെയ്തു പോയിരുന്നു ചാല്. ഇതിന്റെ പ്രത്യേകത എന്തെങ്കിലേ വലിയ വെള്ളം ഉണ്ടായിരുന്നു. ഇത്ര വെള്ളം വരും ഇവിടെ. അത് അവിടുന്ന് നമ്മൾ ആ വെള്ളത്തെ ഉള്ളി കൂടെ ഇപ്പൊ കൊണ്ടുവരുന്നത്. എൻ്റെ പേര് ദിലീപ്. ഞാൻ ഈ റോഡിൻ്റെ ഒരു ഉപഭോക്താവാണ്. ഒരു തീരദേശ മേഖലയാണ്. നമുക്കറിയാം തൊട്ടടുത്ത് കിടക്കുന്നത് പുഴയാണ്. ഇവിടെ ഞങ്ങൾ പഞ്ചായത്തിന് റോഡ് കൈമാറി 1 മാസത്തിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഫണ്ട് അനുവദിക്കുകയും ഞങ്ങളുടെ യാത്രാക്ലേശം പരിഹരിച്ച് തരികയാണ് ചെയ്തത്. എന്താ കാര്യം വെച്ചാൽ ഇവിടെ അധികം ഈ കൂലിപ്പണിക്ക് പോകുന്നവരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ഇവിടുന്ന് താങ്ങിയെടുത്ത് റോഡിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയായിരുന്നു. അതാണ് പെട്ടെന്ന് ഈ ജില്ലാ പഞ്ചായത്ത് അത് 25 ലക്ഷം രൂപ അനുവദിച്ച് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആൻ്റണി ഞങ്ങളുടെ കൂടെ നിന്ന് ഈ റോഡിൻ്റെ പണി തീരുന്നു പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു.